Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. നമ്മൾ പഴയ ചാനലിൽ എല്ലാ അങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലും ഓരോ സ്റ്റോക്കുകൾ നമ്മളിങ്ങനെ പിക്ക് ചെയ്യാറുണ്ട്. ഈ ക്രിസ്മസിന്, അതുപോലെ ഓണത്തിന്, വിഷുവിന്, ഹോളി, അങ്ങനെ എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മളൊരു സ്റ്റോക്ക് ഇതുപോലെ പിക്ക് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന്. നമ്മൾ ദീപാവലിയോടനുബന്ധിച്ചിട്ട് ഒരു സ്റ്റോക്ക് നമ്മളിന്നൊരു മിഡ് ടൈം ടു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്കാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അതുപോലെ ആ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ, അതുപോലെ ചാർട്ട്, അപ്പോൾ എങ്ങനെ അക്യുമുലേറ്റ് ചെയ്യണം, ആ റേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലിലോട്ടൊക്കെ ഒന്ന് പോവാം. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. എനിക്ക് വലുതായിട്ട് ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോവാം. കൂടാതെ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. അതിനുശേഷം നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ട റേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഞാനിന്ന് പറയുന്നതാണ്. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്കല്ല, ഒരു മിഡ് ടൈമാണ്. മിഡ് ടൈം ടു ലോങ് ടൈം, ഒരു മിനിമം ഒരു 1 ഇയർ എങ്കിലും ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, സ്റ്റോക്കിൻ്റെ പേര് KRN ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര്. സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ലിസ്റ്റായിട്ട് അധികം ആയിട്ടില്ല. സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 5294 കോടിയാണ്. സ്റ്റോക്ക് PE വരുന്നത് കുറച്ച് കൂടുതലാണ്. പൊതുവെ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ കുറച്ച് PE കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ROC ROE ഒന്നും കുഴപ്പമില്ലാത്ത ROC ROE ആണ്. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ DIs FIs ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. പ്രൊമോട്ടർ ഒരു 70% മുകളിൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് കഴിഞ്ഞ ക്വാർട്ടറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ട് ആയിരുന്നില്ല. 115 കോടിയാണ് സെയിൽസിലുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റോക്കിൻ്റെ ഈ സെപ്റ്റംബർ 2023 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് കാണും. ചില സമയങ്ങളിൽ ഡിപ്പ് വരുന്നുണ്ടെങ്കിലും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ആ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് നല്ലതായിട്ട് വരുന്നത് കാണുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർ കുറച്ച് മോശമായിരുന്നു, പക്ഷേ അത് ഈ ക്വാർട്ടറിൽ ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണെങ്കിലും കുഴപ്പമില്ലാത്ത റിസൾട്ടുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില സമയങ്ങളിൽ ഒരു ഡിപ്പ് വരാറുണ്ട്. എല്ലാ കമ്പനികളിലും എല്ലാ ക്വാർട്ടറും നല്ല റിസൾട്ട് അങ്ങനെ വരാറില്ല. ചില ക്വാർട്ടറിൽ ചില പ്രശ്നങ്ങൾ, അതുപോലെ അവർ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഡിപ്പ് വരാറുണ്ട്. പക്ഷേ ക്വാർട്ടർ റിസൾട്ട് കഴിഞ്ഞ ക്വാർട്ടറൊക്കെ വെച്ചുമ്പോൾ വലിയ തിരക്കടില്ലാത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ 70.79% അവർ ഹോൾഡ് ചെയ്യുന്നത്. FIs അവരുടെ സ്റ്റേക്ക് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു 4% ഉണ്ടായിരുന്നു. പിന്നെ അവരത് രണ്ടാമത്തെ ക്വാർട്ടറിൽ കുറച്ച് 1.98% ആക്കി. പിന്നെ അത് വീണ്ടും കുറച്ച് 1.21 ആക്കി. പിന്നെ അവർ കഴിഞ്ഞ ജൂണിലും കഴിഞ്ഞ ക്വാർട്ടറിലും നല്ല സ്റ്റേക്ക് നല്ല രീതിയിൽ അവർ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ DIs അവർ സ്റ്റേക്ക് ചെറുതായിട്ട് കുറച്ചിട്ട് വരികയാണ്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ വെച്ച് നോക്കും കഴിഞ്ഞ ക്വാർട്ടർ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ക്വാർട്ടർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ FIsഉം DIsഉം അവർ സ്റ്റേക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. കൂടാതെ നമുക്കിതിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, നമുക്കിതിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ചാർട്ട് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനതിൽ കറക്റ്റായിട്ട് വരഞ്ഞ് വെച്ചിട്ട് നമ്മൾ അക്യുമുലേറ്റിൻ്റെ റേഞ്ചുകളൊക്കെ അത് കൂടാണ്ട് ഞാൻ ഒരു എക്സൽ ഷീറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കതിലേക്ക് എൻട്രി എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മളൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളിങ്ങനെ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കാവുന്നതാണ്. കാരണം ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ചാർട്ടായിരുന്നു. പക്ഷേ നല്ലൊരു വോളറ്റാലിറ്റി കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കൺസോൾട്ടേഷനാണ്. ഇവിടുന്ന് ഒരു മേളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സ്റ്റോക്കിന്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻട്രി പ്ലാൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 849 രൂപയിലാണ്. അപ്പോൾ നമുക്ക് ആ റേഞ്ചിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു പാർട്ട് ആഡ് ചെയ്യാം. പക്ഷേ അതിന് ശേഷം വീണ്ടും സ്റ്റോക്ക് കുറച്ച് മേലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും 800 റേഞ്ചിൽ നമ്മൾ വീണ്ടും അടുത്ത ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും താഴത്തോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 680 റേഞ്ചിൽ നമ്മൾ വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ 655 വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് പോകുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ അർത്ഥമില്ല. 655 റേഞ്ചിൽ നമ്മളിതിൽ എക്സിറ്റ് ചെയ്യും. പൊതുവെ അങ്ങനെ വരാറില്ല. ഒരുവിധം സ്റ്റോക്കുകളൊക്കെ നല്ല റേഞ്ചിൽ തന്നെ നമ്മുടെ ലൈൻസൊക്കെ ടച്ച് ചെയ്തിട്ട് മേലോട്ട് പോകാറുള്ള സ്റ്റോക്കുകളാണ് കൂടുതലും. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല, മാർക്കറ്റ്
നമുക്ക് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിനെ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. നാളെ എന്താ സംഭവിക്കാൻ നമുക്കൊന്നും അറിയില്ല മാർക്കറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ആൾക്കാർ പലതും പറയും ഞാൻ മാർക്കറ്റ് പ്രിഡിക്റ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ഒരിക്കലും മാർക്കറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇതിലൊരു പ്ലാന് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 റേഞ്ചുകൾ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ 655 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ഇതിൽ എക്സിറ്റ് ചെയ്യുന്നുള്ള ഒരു പ്ലാനാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടും വലിയ കുഴപ്പമില്ലാത്തൊരു ചാർട്ടാണ്. കൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ടോ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു റേഞ്ചാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഒരു ഇതും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ 2-3 ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. കൂടാണ്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനാണ്. അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോകുന്നില്ല മേലോട്ട്. പക്ഷേ ആ ഒരു സെല്ലേഴ്സിൻ്റെ വോളിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. മിക്കവാറും ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത സ്റ്റോക്കിൽ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിതിൽ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു 30,000 ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 849 ആദ്യത്തെ ഒരു പാർട്ട് ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു 800 റേഞ്ചിൽ മൂന്നാമത്തെ പാർട്ട് നമുക്ക് 680 നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കാണാൻ പറ്റും. ആദ്യം തന്നെ 11.8 ക്വാണ്ടിറ്റി, 12 ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. പിന്നെ 800 നമ്മൾ 12.5, അപ്പോൾ ഒരു 13 ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതുപോലെ 680 14.7 ക്വാണ്ടിറ്റി, അപ്പോൾ ഒരു 15 ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 3 റേഞ്ചിലും നമ്മുടെ സ്റ്റോക്ക് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 റേഞ്ചിന് ആഡ് ചെയ്ത് കൊടുക്കുക. ആവറേജ് പ്രൈസ് വരിക അപ്പോൾ നമുക്ക് 776 ആണ്. സ്റ്റോപ്പ് ലോസ് വരുന്ന 655 ആണ്. അപ്പോൾ നമ്മൾ ഈ 3 റേഞ്ചും ആക്റ്റീവായിട്ട് പിന്നെ നമ്മുടെ SL ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഒരു 16% ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് ഒരു 30% ടാർഗറ്റ് നമുക്ക് വെക്കാവുന്ന ഒരു 1:2 എന്ന രീതിയിൽ നമുക്കൊരു ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിലേക്ക് വെക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മളിന്ന് സ്വിംഗ് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നൊരു ദീപാവലി പിക്കായിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു മിഡ് ടൈം ടു ലോങ് ടൈമിലേക്ക്, ലോങ് ടൈം എന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എപ്പോഴാണ് ഒരു 30% പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ ലൈവ് മാർക്കറ്റിലൊക്കെ നല്ല സ്റ്റോക്കുകളുടെ ചാർട്ടുകളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതാണ്. അത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ പറയുകയാണ് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. കാരണം നമ്മൾ പണ്ട് ഇതുപോലെ വീഡിയോസ് നമ്മൾ പബ്ലിക്കായിട്ട് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് നമ്മളിങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വായിന്ന് ഇങ്ങനെ ഓരോന്ന് വന്ന് വീണ് പോവും. അപ്പോൾ അതുകൊണ്ട് അത് പോയതാണ്. അപ്പോൾ ഇനി വീണ്ടും അത് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മാർക്കറ്റ് അവധിയാണ്. മൊഹറത്ത് ട്രേഡിംഗ് ആണ്. ഒരു മണിക്കൂർ ട്രേഡിംഗ് ഉണ്ടാവും. പിന്നെ പിറ്റത്തെ ദിവസവും ലീവാണ്. അപ്പോൾ നാളെ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ഇരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. നമുക്ക് ബുധനാഴ്ച നമുക്ക് വൈകുന്നേരം ഒരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.